പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഹൃദയമാണ് നമുക്കെല്ലാം. ഒന്നോർത്താൽ ശരിയല്ലേ? ഹൃദയമെന്ത് നിശ്ചയിക്കുന്നുവോ അത് ജീവിതം പൂർണ്ണമായി അനുസരിക്കും. നമ്മെടുക്കുന്ന എല്ലാ നിർണായകമായ തീരുമാനങ്ങളുടെ ഉറവിടം ഹൃദയമാണതേ. പുറമേയുള്ള ഒന്നുമല്ല. നിന്നെ നീയാക്കുന്ന യഥാർത്ഥ സത്ത അകത്തുള്ള ഈ ഹൃദയമാണ്. ഇറ്റ് ഈസ് ദ റിയൽ യു. അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മതയോടും പരിഭാവനമായും നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ഹൃദയം. ചെറിയൊരു അശ്രദ്ധ മതിയെന്ന് അത് താഴെ വീണുടഞ്ഞ് ചെതറിപ്പോകുവാൻ. ഒരു മൂർച്ചയുള്ള വാക്കിൻ്റെ പോറൽ മതിയെന്നേ രക്തം കിനിയുന്ന ഉണങ്ങാത്ത മുറിവായി അത് മാറുവാൻ. ഓർമ്മ വേണം, നിൻ്റെ ഹൃദയമാണ് നിൻ്റെ സകലവിധ മൂല്യങ്ങളുടെ അടിത്തറ. നീ എവിടേക്ക് പോകണമെന്നും എങ്ങനെ മടങ്ങി വരണമെന്നും നിശ്ചയിക്കുന്നതും നിൻ്റെ വിധി നിർണ്ണയിക്കുന്നതുമൊക്കെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ട് വേണ്ട വിധം അതിനെ നിയന്ത്രിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ അതിവേഗം അത് വഴുതി മാറി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കും. പഴുതിയില്ലാത്ത അപകടങ്ങളെ അത് ക്ഷണിച്ചു വരുത്തും. ഒടുവിൽ ആത്മീയജീവിതത്തെ നശിപ്പിക്കുന്ന രോഗകാരണമായിട്ടും അത് മാറും. എപ്പോഴെങ്കിലും ആത്മീയ ഹൃദയരോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, സ്പിരിച്വൽ ഹാർട്ട് ഡിസീസ്. സത്യമായിട്ടും അങ്ങനെയൊരു രോഗമുണ്ടെന്നേ. പെട്ടെന്ന് പടരുന്നതും ഏറ്റവും അപകടകരവുമായൊരു സാംക്രമിക രോഗം. സ്പിരിച്വൽ ഹാർട്ട് ഡിസീസ് ഇസ് എ റിയൽ ആൻഡ് ഡേഞ്ചറസ് ആൻഡ് ക്യാൻ അഫ്ലിക്റ്റ് അസ് അറ്റ് എനി ടൈം. വേർതിരിവില്ലാതെ ആർക്കും എപ്പോഴും വരാൻ സാധ്യതയുള്ളൊരു രോഗം. ഒരുപക്ഷെ കാലക്രമേണ പതുക്കെ സംഭവിക്കാൻ ഇടയുള്ളൊരു രോഗം. മറ്റേത് രോഗങ്ങളെക്കാളും ഗൗരവത്തിലെടുക്കേണ്ട ഒരു രോഗം. ആരംഭത്തിൽ ക്രിസ്തുവിനോട് വിധേയത്വമുള്ള, ആത്മാർത്ഥതയുള്ള, വിശ്വസ്തതയുള്ള ഒരാളായിരിക്കാം നീ. എന്നാൽ ജീവിതത്തിലെ പരീക്ഷണങ്ങളും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും നിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം കവർന്നെടുത്തേക്കാം. പഴുതുകൾ നോക്കി ലോകത്തിൻ്റെ തിന്മകൾ അതിലേക്ക് വാസമുറപ്പിച്ചേക്കാം. പതുക്കെ ഹൃദയം രോഗാതുരമാകാൻ തുടങ്ങും. ഇതൊക്കെ വളരെ സാവധാനം സംഭവിക്കുന്നത് കൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പോലും കാണാൻ കഴിയില്ലെന്നേ. ബൈബിൾ ധാരാളിത്തത്തോടെ ഹൃദയത്തിന് സംഭവിക്കാൻ ഇടയുള്ള ഈ അപകടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹൃദയത്തിൽ എന്ത് ശേഖരിക്കുന്നുവോ അത് സ്വാഭാവികമായും പതുക്കെ പുറത്തു വരും. അധികം നാൾ നിനക്കത് ഹൃദയത്തിൽ സൂക്ഷിക്കാനാവില്ലെന്നേ. നിൻ്റെ ചിന്തകളൊക്കെ പതിയെ നിൻ്റെ നാവിലൂടെ വാക്കായി പുറത്തു വരും. പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് സുഭാഷിതം ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നത്: നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതം 4:23. ആകയാൽ നിൻ്റെ ഹൃദയത്തെ സകലവിധ തിന്മകളിൽ നിന്നും പ്രതിരോധിച്ച് നിർത്തുവാൻ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും അതിനെ ആത്മീയ കവചം സൃഷ്ടിക്കുക. ആമേൻ.